ഇത്ര ചിരിക്കാൻ എന്തിരിക്കണ്? ഏയ് ഒന്നുമില്ല. സമനില കിട്ടിയില്ലേ? തോറ്റൊന്നുമില്ലല്ലേ? ഞങ്ങള് ടേബിളിൽ ഫസ്റ്റ് പൊസിഷനായി. അതും പറഞ്ഞ് ആശ്വസിച്ചോ? നിനക്ക് അസൂയ കാണും, കാരണം ഞങ്ങക്ക് 36 പോയിന്റ് ആയല്ലോ. ഞങ്ങൾക്കൊരു അസൂയ ഇല്ലേ? അതൊന്നില്ലാത്ത ഞങ്ങൾക്ക് എന്തിനാളിയാ നിന്നോട് അസൂയ? ഞങ്ങൾ ഫസ്റ്റ് ആയതിന്റെ അസൂയ. ഇന്നലെ ജയിക്കുന്നു പറഞ്ഞ നിങ്ങള് സമനില പിടിച്ച് തിരിച്ചു വന്നിട്ട് അതിന്റെ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി ഓഞ്ഞ ഡയലോഗ് അടിക്കല്ലേ? അടിക്കും ഞാൻ ഡയലോഗ്. ഞാൻ ഇന്നലെ എന്താ പറഞ്ഞ? നീയല്ല എല്ലാം പറയുന്നേ, നീ തന്നെ പറഞ്ഞു. ഞങ്ങളെന്താ പറഞ്ഞെന്നറിയോ? ഞങ്ങള് ടേബിളിൽ ഫസ്റ്റ് ആവുന്നു. എന്നിട്ടായോ ടേബിൾ ടോപ്പ്? ആയി, പറഞ്ഞില്ലേ? 18 കളിയിൽ നിന്ന് 36 പോയിന്റോടെ ടേബിളിൽ ഫസ്റ്റ്. ഇപ്പൊ മുംബൈ സിറ്റി FC ആണ്. ഈ മോഹൻ ബഗാൻ എന്ന് പറഞ്ഞ ടീമില്ലേ, അവരടുത്ത കളിയിൽ ഒരെണ്ണം ജയിച്ചാൽ തന്നെ ഈ 36 പോയിന്റ്. ശരത്തെ, എപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തറിഞ്ഞില്ലാന്ന്? അല്ല, നീ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം മാറിയിട്ട് മോഹൻ ബഗാനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യണേ. ഞാനായില്ലല്ലോ. ആയില്ല. എന്നാലേ മോഹൻ ബഗാന്റെ കാര്യം പറയാണ്ട് നിങ്ങളുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം പറ. ഓക്കെ? ഓ, ഞാനൊന്നും പറയുന്നില്ലേ. അതാ നിനക്ക് നല്ലത്. പിന്നെ ഒരു കാര്യം, വലിയ കൊമ്പത്തെ ടീമാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ജംഷഡ്പൂർ എന്നല്ല ആദ്യത്തെ ഗോൾ അടിച്ചേ. അതിന് അല്ല, നിങ്ങൾ തിരിച്ചടിച്ചില്ലായിരുന്നെങ്കിലേ കളി അവർ ജയിച്ചേനെന്ന് പറഞ്ഞതാ. അതെ, ഫുട്ബോളിൽ 90 മിനിറ്റ് വന്നേ തിരിച്ച് ഗോൾ അടിക്കാനുള്ള ടൈം കൂടിയാണ്. ഈ 90 മിനിറ്റിൽ ആര് ഗോൾ അടിക്കുന്നു അവര് ജയിക്കും. എന്നാലും നിങ്ങൾ വലിയ കൊമ്പത്തെ ടീം, ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന ടീമായിട്ടും ജംഷഡ്പൂരിനോട് വെറും സമനിലയല്ലേ പിടിച്ചുള്ളൂ. മോശം എന്ന് പറഞ്ഞാൽ പോരാ. മോശം എന്ത് മോശം? അല്ലെങ്കിൽ ടേബിൾ ടോപ്പായി നിങ്ങൾ സമനില പിടിച്ചത് തന്നെ മോശം. പിന്നെ സമനില പിടിക്കുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഗോൾ നിങ്ങൾ അടിക്കണമായിരുന്നു. അവിടെ അവരാ ലീഡിങ്. ഒന്ന് പോയടാ. ഓ, നിനക്കിപ്പൊ ഞാൻ പോകണം, അത്രയല്ലേ ഉള്ളൂ. അതെ, പൊക്കോളാം. പക്ഷെ നിനക്കൊരു കാര്യം അറിയോ? എന്നാ? ഇന്നലെ മാച്ച് വീക്ക് 18 കഴിഞ്ഞ് 19 തുടങ്ങും. അത് ശരി, ഇറങ്ങി പോടാ. ഓക്കെ, ഇവൻ പോയോ? മോഹൻ ബഗാൻ എങ്ങാനും കളി ജയിച്ചു കഴിഞ്ഞാൽ ഷീൽഡ് മിസ്സാവൂല്ലോ. ദൈവമേ, മോഹൻ ബഗാൻ തോക്കണേ. ടേബിൾ ടോപ്പ് ആയി ചിത്രഹങ്കാരം ഒന്നും പാടില്ല. ഞാൻ ആരുടെ പെടലേക്ക് കയറും? എനിക്ക് പറ്റിയതായിരിക്കണേ. ഇനി ഇവന്റെ മെത്തക്ക് കയറാം. കഴിഞ്ഞ കളി ഒഡീഷനെ തോൽപ്പിച്ചെങ്കിലും അത് ഭാഗ്യം കൊണ്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്നത്തെ കളി എങ്ങനെയെങ്കിലും ഹൈദരാബാദിനെ തോൽപ്പിച്ച് ടേബിളിലെ 11ാം സ്ഥാനത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കയറി 7ാം സ്ഥാനത്ത് എത്തണം. ഇവനെ വെറുപ്പിക്കാം. അറിഞ്ഞില്ലേ? എന്താ അപ്പൊ അറിഞ്ഞില്ലേ? എന്നാ ഒന്നും അറിഞ്ഞില്ലേ? എന്തറിഞ്ഞില്ലെന്ന്? ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്തുപറ്റി? നീ അറിഞ്ഞോ? പറ. ഞാനൊന്നും അറിഞ്ഞില്ല. നീ വല്ലതും അറിഞ്ഞെങ്കിൽ അതെന്നോട് പറയാൻ വേണ്ടിട്ട് ചോദിച്ചതാ. മനുഷ്യന് ഇവിടെ കളിയെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു കൊണ. ഈ ഹൈദരാബാദിന്റെ കൂടെ കളിയിൽ തന്നെയാണോ നീ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഹൈദരാബാദിന് എന്താ കുഴപ്പം? ഞങ്ങൾ 9 കളി ഏറ്റുമുട്ടിയപ്പോഴേ 4 കളി ഞങ്ങൾ ജയിച്ചു, 3 കളി അവർ ജയിച്ചേ, 2 കളി സമനിലയും. അളിയാ, ഏത് ടീമിന് 3 പോയിന്റിന്റെ ആവശ്യം വന്നാലും ഓടി ഹൈദരാബാദിന്റെ അടുത്ത് ചെല്ലും, അവർ 3 പോയിന്റ് കൊടുക്കും, അങ്ങനെ ടേബിളിൽ മുന്നേറും. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അപ്പൊ ഇന്നത്തെ കളി ഞങ്ങൾ ഈസി ആയിട്ട് ജയിക്കൂല, ഉറപ്പായിട്ടും. ആശ്വാസമായി. ഇപ്പഴാ ശ്വാസം ഒന്ന് നേരെ നോക്കും. അത് ശരി.